ചിത്രങ്ങൾ കഴിയുന്തോറും നടൻ ഫഹദ് ഫാസിൽ കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. ഒരു സിനിമ കണ്ട് ഇതാണ് ഫഹദിന്റെ ബെസ്റ്റ് ഫിലിം എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്ത ചിത്രത്തിൽ അടാറ് പെർഫോമൻസുമായി അദ്ദേഹം പ്രേക്ഷകരെ വീണ്ടും ഞെട്ടിക്കുന്നത്. ഇതിനുമപ്പുറം മികച്ച വേഷം ചെയ്യാനാകില്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കും. എന്നാൽ അടുത്ത സിനിമയിൽ ആ തോന്നൽ തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കും. സ്വയം മത്സരിക്കുന്ന പ്രതിഭയെന്ന് നിസ്സംശയം പറയാം. മാനരസങ്ങളിൽ വെറൈറ്റി പിടിക്കാനും കഥാപാത്രത്തിന് വേണ്ടി ശരീരത്തെ മെരുക്കാനും മലയാളത്തിൽ മുൻപന്തിയിലുള്ളത് ഫഹദ് തന്നെയാണെന്ന് മുൻപത്തെ പല കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. അടുത്ത സൂപ്പർ ഹിറ്റുമായി സംവിധായകൻ ജിത്തു ജോസഫ് എത്തുമ്പോൾ ഒപ്പം തോൾ ചേരുന്നത് മറ്റാരുമല്ല ഫഹദ് ഫാസിലാണ് എന്ന വാർത്ത കൂടി എത്തിയതോടെ സിനിമാ പ്രേമികൾ ആഹ്ലാദത്തിലാണ്. നേരിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് പിന്നാലെ റാം എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കവെയാണ് ജിത്തു ജോസഫ് പുതിയ സിനിമ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദൃശ്യം 2, 12th മാൻ, നേരെ എന്നീ സിനിമകൾക്ക് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും റാമിന്റെ റിലീസ് ഈ വർഷം ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന റാമിന്റെ രചനയും ജിത്തു ആണ് നിർവഹിച്ചിരിക്കുന്നത്. തൃഷയാണ് ചിത്രത്തിൽ മോഹൻലാലിന് ജോഡിയാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ദ്രജിത്ത്, സിദ്ദിഖ്, സായ് കുമാർ, ആദിൽ ഹുസൈൻ, വിനയ് ഫോർട്ട്, ദുർഗാകൃഷ്ണ തുടങ്ങി വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2 ഭാഗമായി ഒരുക്കുന്ന ചിത്രം ഹോളിവുഡ് സ്റ്റൈലിൽ വലിയ ബജറ്റിലാണ് ഒരുക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ജിത്തു ജോസഫ് പുതിയ സിനിമ പ്രഖ്യാപിച്ചതോടെ റാമിന്റെ റിലീസ് ഉടനെ ഉണ്ടാകില്ല എന്ന നിരാശ പ്രേക്ഷകരിലുണ്ട്. ആ നിരാശയ്ക്കൊപ്പം തന്നെ ജിത്തുവിന്റെ പുതിയ സിനിമയിൽ ഫഹദ് ഫാസിലാണ് നായകൻ എന്ന സന്തോഷവുമുണ്ട്. 100 കോടി ബിസിനസ് സ്വന്തമാക്കിയ നേരിന്റെ തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി തന്നെയാണ് പുതിയ സിനിമയും എഴുതിയിരിക്കുന്നത്. E4 എന്റർടൈൻമെന്റ്സ് ആണ് നിർമ്മാണം. ജിത്തു ജോസഫ് ഫഹദ് ഫാസിൽ കോംബോ വമ്പൻ ഹിറ്റ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ചിത്രത്തിലെ കാസ്റ്റിംഗ് സംബന്ധിച്ച മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാസ്റ്റിംഗിനേക്കാൾ ആരാധകർക്ക് അറിയേണ്ടത് ചിത്രത്തിന്റെ ജോണർ ഏതാണെന്നതാണ്. ത്രില്ലർ ചിത്രവുമായിട്ടാണോ ജിത്തു ജോസഫ് ഫഹദ് ഫാസിൽ കോംബോ എത്താൻ പോകുന്നതെന്ന ചോദ്യങ്ങളാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം ജിത്തു ജോസഫ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയ്ക്ക് താഴെ ആരാധകർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ലൈനപ്പുള്ള നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. അടുത്തിടെ ഫഹദിന്റേതായി മറ്റൊരു ചിത്രം കൂടി പ്രഖ്യാപിച്ചിരുന്നു. SJ സൂര്യ ഫഹദ് ഫാസിൽ കോമ്പിനേഷനിൽ എത്തുന്ന വിപിൻ ദാസ് ചിത്രമാണത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം വിപിന്റേതായി എത്താൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. ബാദുഷ സിനിമസ് ആണ് ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. മാസ് എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതേ ജോണറിൽ തന്നെ ഒരുങ്ങിയിട്ടുള്ള ഫഹദിന്റെ ആവേശം തിയേറ്ററുകളിൽ കത്തിക്കയറി കഴിഞ്ഞ സമയത്താണ് പുതിയ അനൗൺസ്മെന്റും വന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ കൂടിയാണ് ചിത്രം ഒരുങ്ങുക. ജിഗർതണ്ട XXXലെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിന് ശേഷമാണ് SJ സൂര്യ അടുത്ത ചിത്രത്തിന് കൈകൊടുത്തിരിക്കുന്നത്. ഏത് വേഷം കൊടുത്താലും അത് ഗംഭീരമാക്കുന്ന ഫഹദും SJ സൂര്യയും ഒരുമിച്ചെത്തുമ്പോൾ ഒരു മത്സര അഭിനയം തന്നെ കാണാൻ സാധിച്ചേക്കും. ബിഗ് ബജറ്റിലാണ് ഈ ചിത്രവും ഒരുങ്ങുന്നത്. ചിത്രത്തിലെ മറ്റു താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും. ചിത്രത്തിന്റെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. വിവിധ ഭാഷകളിലായി ഫഹദ് ഫാസിൽ ആരാധകർ കാത്തിരിക്കുന്ന മറ്റു ചിത്രങ്ങളുമുണ്ട്. ഇപ്പോൾ പുഷ്പയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായി അല്ലു അർജുന് നേർക്കുനേർ നിൽക്കുന്ന ഫഹദ് ഫാസിലിന്റെ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഗംഭീരമായിരുന്നു ഫഹദിന്റെ പോലീസ് വേഷം. 2ാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഫഹദിന് ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന ചിത്രം രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയ്യനാണ്. തലൈവർക്കൊപ്പം ഫഹദ് ഫാസിൽ അഭിനയിക്കുകയാണ്. ജയ് ഭീം സംവിധായകൻ TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയ്യൻ. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധാണ് സംഗീത സംവിധായകൻ. അതുപോലെ മാമന്നന് പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ ഒരുങ്ങുകയാണ്. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീശൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. റോഡ് മൂവി ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് സൂചന. സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന 98ാമത്തെ ചിത്രം കൂടിയാണിത്. ഫഹദിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കുന്നത്. കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രവും ഫഹദിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് എന്നതും കരാട്ടെ ചന്ദ്രനെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ള സിനിമയായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.